സാഹിത്യ സൈദ്ധാന്തികനായിരുന്ന ഡോക്ടർ കെ അയ്യപ്പ പണിക്കരുടെ ജീവചരിത്രം. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിൽ കാവാലംകരയിൽ ഇ. നാരായണൻ നമ്പൂതിരിയുടെയും എം. മീനാക്ഷിയമ്മയുടെയും മകനായി 1930 സെപ്റ്റംബർ 12 അയ്യപ്പ പണിക്കർ ജനിച്ചു. കാവാലം ഗവൺമെന്റ് പ്രൈമറി സ്കൂൾ, NSS മിഡിൽ സ്കൂൾ, മാങ്കൊമ്പ് അവിട്ടം തിരുനാൾ ഹൈസ്കൂൾ, പുളിങ്കുന്ന് സെന്റ് ജോസഫ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിലായിരുന്നു ബിരുദം. അമേരിക്കയിലെ ഇന്ത്യാന സർവകലാശാലയിൽ നിന്ന് MA, PhD ബിരുദങ്ങൾ നേടി. കോട്ടയം CMS കോളേജിൽ ഒരു വർഷത്തെ അധ്യാപന പ്രവൃത്തിക്ക് ശേഷം 1952 തിരുവനന്തപുരം MG കോളേജിൽ എത്തി. ദീർഘകാലം അവിടെയായിരുന്നു അധ്യാപന ജീവിതം. പിന്നീട് കേരള സർവകലാശാലയുടെ ഇംഗ്ലീഷ് വിഭാഗം മേധാവിയായും പ്രവർത്തിച്ചു. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം കവിതകൾ എഴുതി തുടങ്ങിയിരുന്നു. 16-ാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ കവിത പ്രസിദ്ധീകരിച്ചു. അധ്യാപകൻ, വിമർശകൻ, ഭാഷാ പണ്ഡിതൻ എന്നീ നിലകളിലും നാടകം, ചിത്രരചന, സിനിമ തുടങ്ങിയ മേഖലകളിലും അദ്ദേഹം സാന്നിധ്യമറിയിച്ചിരുന്നു. ആധുനികതയെ മലയാള സാഹിത്യലോകത്തിന് പരിചയപ്പെടുത്തിക്കൊടുത്ത ആൾ എന്ന നിലയിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. നിരന്തരമായ നവീകരണത്തിലൂടെ അദ്ദേഹം മലയാള കവിതയെ ലോകശ്രദ്ധയിലേക്ക് നയിച്ചു. സർവേന്ദ്രിയ സ്പർശത്വമാണ് കാവ്യാനുഭൂതിയുടെ കാതൽ എന്നെഴുതിയ അദ്ദേഹത്തിൻ്റെ ഓരോ കവിതയും പിന്നീട് മലയാള കവിതയ്ക്ക് നവീന ഭാവുകത്തിലേക്കുള്ള മുന്നേറ്റങ്ങളായി. 1960 ദേശബന്ധു വാരികയിൽ പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ കുരുക്ഷേത്രം എന്ന കവിതയാണ് മലയാള ആധുനികതയുടെ ആധാരശില. CP രാമസ്വാമി അയ്യരുടെ സന്ദർശനത്തിനെതിരെ കോഴിക്കോട് ടൗൺ ഹാളിൽ നടത്തിയ പ്രസംഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പൊതുവേദി. 1947 അദ്ദേഹം പനിനീർപ്പൂ എന്ന പേരിൽ കവിതാ പുസ്തകം ഇറക്കി. CS സുബ്രഹ്മണ്യൻ പോറ്റിയായിരുന്നു അവതാരിക എഴുതിയത്. അയ്യപ്പ പണിക്കരുടെ കൃതികൾ, അയ്യപ്പ പണിക്കരുടെ ലേഖനങ്ങൾ, തകഴി ശിവശങ്കരപ്പിള്ള ജീവചരിത്രം, കാർട്ടൂൺ കഥകളും മഹാരാജ കഥകളും, പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ, ഗോത്രയാനം, പൂച്ചയും ഷേക്സ്പിയറും, കുടുംബപുരാണം, മൃത്യു, കുതിരക്കൊമ്പ്, മർത്യപൂജ തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ചിലതാണ്. സരസ്വതി സമ്മാൻ, കവിതയ്ക്കും നിരൂപണത്തിനുമുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, ആശാൻ പ്രൈസ്, ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ഫെലോഷിപ്പ്, മഹാകവി ഉള്ളൂർ പുരസ്കാരം, പന്തളം കേരളവർമ്മ പുരസ്കാരം, കബീർ പുരസ്കാരം, മഹാകവി കുഞ്ഞിരാമൻ നായർ പുരസ്കാരം, സഞ്ജയൻ പുരസ്കാരം, വിശ്വദീപം പുരസ്കാരം, ഭാഷാ പരിഷത്തിൻ്റെ ദിൽവാര പുരസ്കാരം തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. വയലാർ അവാർഡ് അദ്ദേഹം നിരസിച്ചു. 2006 ഓഗസ്റ്റ് 23 അദ്ദേഹത്തിൻ്റെ 75-ാം വയസ്സിൽ അദ്ദേഹം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ മൂലം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് അന്തരിച്ചു. മൃതദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ കാവാലത്തെ തറവാട്ട് വീട്ടിൽ സംസ്കരിച്ചു.